ഇന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ 135-ാം ജന്മദിനമാണ്. ഈ ദിനം തന്നെയാണ് രാജ്യം ശിശുദിനമായി ആചരിക്കുന്നത്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും അവർക്ക് നൽകേണ്ട പ്രാധാന്യവും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. जल्दी बनाए बच्चों के लिए और सवाल यह है कि बच्चे उसे पसंद करते हैं कि नहीं. ये थोड़ी मैं पसंद करता हूँ कि नहीं. मेरा पसंद करना न करने का कोई माने ही नहीं है. बच्चे करें तो अच्छा है, बच्चे नहीं करें तो निकम्मा है. लेकिन उसमें क्या खास उसका फिल्म का हिस्सा है जो ज्यादा पसंद आया. കുട്ടികൾ പൂന്തോട്ടത്തിലെ മുകുളങ്ങൾ പോലെയാണ്. അവർ രാഷ്ട്രത്തിന്റെ ഭാവിയും നാളത്തെ പൗരന്മാരുമാണ്. അവരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും വളർത്തിയെടുക്കണം. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. കുട്ടികളുടെ ചാച്ചാജിയായ നെഹ്റുവിന്റെ ഓർമ്മകളിലാണ് രാജ്യം ശിശുദിനം ആഘോഷിക്കുന്നത്. കുഞ്ഞുങ്ങളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച് വെറുതെ പറയുക മാത്രമല്ല, അദ്ദേഹം കുഞ്ഞുങ്ങളെ അത്രയേറെ ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നു, എത്ര തിരക്കുണ്ടെങ്കിലും. ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യ ഉണ്ടാക്കുമെന്നും അദ്ദേഹം അതിനായി ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഉണ്ടാക്കിയ നടപടികളും നെഹ്റുവിന്റെ ദീർഘവീക്ഷണങ്ങളിൽ ഒന്നാണ്. കുട്ടികൾക്ക് നൽകേണ്ട ശരിയായ വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യതയും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഇന്ന് ചാച്ചാജിയുടെ വേഷമണിയും തൊപ്പിയും നെഞ്ചോട് ചേർത്ത് പനിനീർപ്പൂവും ഉണ്ടാകും. ഏകദേശം 117 രാജ്യങ്ങൾ പല ദിനങ്ങളിലായി ശിശുദിനം ആഘോഷിക്കുന്നുണ്ട്. നവംബർ 20-നാണ് അന്തർദേശീയ ശിശുദിനം ആഘോഷിക്കുന്നത്. ജനീവയിലെ അന്തർദേശീയ ശിശുക്ഷേമ സംഘടനയുടെ മേൽനോട്ടത്തിൽ 1953 ഒക്ടോബറിലാണ് ലോകത്താകമാനം ശിശുദിനാഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. കുഞ്ഞുങ്ങൾ കളിച്ചും പഠിച്ചും വളരട്ടെ. അവരുടെ സർഗാത്മകതകൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, നേർവഴി കാട്ടാം. എല്ലാ കുരുന്നുകൾക്കും NTVയുടെ ശിശുദിനാശംസകൾ. ന്യൂസ് ഡെസ്ക് NTV. NTV UAE to the world.